ഓ, നിനക്കെന്താ വേണ്ടത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. അത് കുഴപ്പമില്ലടാ, നീയും എന്റെ വാപ്പയെ പോലെ. എന്താ എന്റെ വാപ്പയ്ക്ക് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടാ? അതല്ല, വാപ്പ എന്നോട് എനിക്ക് എന്താ ഇഷ്ടം ചോദിക്കാറില്ല. അപ്പൊ നിനക്ക് നെയ്ച്ചോറ് ഇഷ്ടല്ല? നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട്, അതല്ലടാ. എനിക്കെന്താ ഇഷ്ടം ഇതുവരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല. എന്റെ എല്ലാ കാര്യവും തീരുമാനിക്കുന്ന എന്റെ വാപ്പയാ. ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം, ഞാൻ എന്ത് ഫുഡ് കഴിക്കണം, അങ്ങനെയല്ല. അപ്പൊ ഉപ്പ അങ്ങനെ ചെയ്യുന്ന നിനക്ക് ഇഷ്ടല്ല? അങ്ങനല്ല, ഉപ്പ അങ്ങനെ ചെയ്യുന്ന എനിക്കിഷ്ടം മൂപ്പര് വിചാരിച്ചിരിക്കുന്നത്. അതെനിക്കിഷ്ടല്ല. ഇപ്പം ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഉപ്പ മാത്രമേ ഉള്ളൂ. നിനക്കേ നിന്റെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞൂടെ നിനക്ക് എന്താ ഇഷ്ടം എന്നും എന്താ ഇഷ്ടമല്ലാത്തതെന്നും? ഉമ്മാനോട് സംസാരിച്ചാലേ ഉമ്മാന്റെ ഒരു ഡയലോഗ് ഉണ്ട്. നീ എന്തൊക്കെയാ പറയുന്ന ഹിബ? ഉപ്പ പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങി നിനക്ക് ഇവിടെ നിന്നാ പോരെ? ഉപ്പ എത്രയൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ല, നീ എന്ന മുതൽ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാറായ? പാടച്ചോനെ. എന്നിട്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ ലൈഫിൽ നിന്ന് ഉപ്പ നൈസായിട്ടങ്ങ് ഒഴിവാക്കി. എന്ത്? അയ്യോ, നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. എനിക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കണം, എന്നാലും ഉപ്പ അറിയാനും പാടില്ല, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ ഉപ്പ അറിഞ്ഞാലോ? അയ്യോ എന്റെ മോനെ, ഒരു പ്രാവശ്യം ഉപ്പ അറിഞ്ഞതാ. ഞാനെന്തായാലും തോറ്റു കൊടുക്കാൻ പോകുന്നില്ല. എനിക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് ഇഷ്ടമല്ലാത്തതെന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയോ, അല്ലേ? ട്രൈ ചെയ്ത് നോക്കാം.